നമസ്കാരം. എൻ്റെ ഗുഡ് ബുക്കിലുള്ള ഒരു നടി മോശം എന്ന് അവർക്ക് തോന്നാവുന്ന ഒരു വാക്കോ നോട്ടമോ തലോടലോ ഉണ്ടായാൽ കരണക്കുറ്റിക്ക് പരസ്യമായിട്ട് അടിക്കുമായിരുന്നു. എൻ്റെ സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നൊരു നല്ല നടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. എനിക്ക് അവളോട് സംസാരിക്കാൻ മാത്രമായിട്ട് ഞാനൊരു സിം എടുത്തു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഫോൺ വിളിച്ചാൽ ഫോൺ വയ്ക്കില്ല. അപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ മുടിഞ്ഞ് എങ്കേടായിരിക്കും. അപ്പം ഞാൻ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു നിവൃത്തിയില്ല കേട്ടോ അതിൻ്റെ വെമ്പറതേരെ കൊണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം. അവനാണ് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവൾക്ക് വേറൊരു സിം എടുത്ത് കൊടുക്കട്ടെ, അതിൽ ചേട്ടനെ അല്ലാതെ ആരും വിളിക്കരുത് എന്ന് പറയാം. ഞാൻ ആയിക്കോട്ടെ. അങ്ങനെ എനിക്കും അവൾക്ക് സംസാരിക്കാൻ മാത്രമായിട്ട് ഒരു സിം വരെ ഉണ്ടായിരുന്നു. അത്രയും എനിക്ക് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള പെൺകുട്ടിയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാവ് കെ മുരളീധരൻ്റെ പെങ്ങളെയോ അംബിക രാധമാരുടെ കൂടെ പിറന്ന മല്ലികയോടോ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നിങ്ങളുടെ സീരിയലിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ചെകിട്ടത്തിട്ടടിക്കുന്ന ഒരു യുവ നടിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നോക്കണം. അവർ പറഞ്ഞു തരും ഞാൻ ഈ പറയുന്ന നടിയെപ്പറ്റി. അവൾ ഒരു സീരിയലിൽ അഭിനയിക്കാനായിട്ട് തലസ്ഥാനത്തെത്തി. പ്രശസ്തമായ ഒരു സ്റ്റുഡിയോ ഉടമയായ നിർമ്മാതാവായ സംവിധായകനായ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു മകൻ നിർമ്മിക്കുന്ന സീരിയലിൽ അഭിനയിക്കാനായിട്ടാണ് വന്നത്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അതാ വരുന്നു മറ്റൊരു ഓഫർ. ആ നിർമ്മാതാവിൻ്റെ അനുജൻ്റെ ഒരു ഭക്തി സീരിയലിൽ, ദുർഗ ദേവിയൊക്കെ ഉള്ള ഭക്തി സീരിയലിൽ ഒരു വേഷമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വരുന്ന ഭർത്താവ് ആ വേഷവും കയറി ഏറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിന് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതിന് 10 ദിവസത്തേക്കാണ് വന്നതെങ്കിൽ 5 ദിവസം കൂടെ ചെയ്യുമ്പോൾ 15 ദിവസത്തെ പൈസ കിട്ടില്ലേ. ഈ ഭർത്താവും വളരെ മാന്യനാണ്. അയാൾ ഇവർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇവരെ കൂടെ സെറ്റിൽ പോവുക, വല്ല വായു നോക്കിയുടെയും കൂടെ വായ അടിച്ചുകൊണ്ടിരിക്കുക, അതിനൊന്നും അയാളെ കിട്ടില്ല. അല്പം വായനാശീലമുള്ള, അല്പം എഴുത്തിൻ്റെ അസ്കിതയുള്ള ഒരു നല്ല മനുഷ്യനാണ്, എനിക്കൊരു അനിയനെ പോലെ. അപ്പോൾ ഭർത്താവ് കയറി ആ രണ്ടാമത്തെ സീരിയലിലും കയറി എഗ്രി ചെയ്തു. ഭക്തി സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അത് സംവിധാനിക്കുന്നത് പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ, പ്രായമൊന്നും പ്രശ്നമല്ല, പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ചാടിക്കമഴ്ന്ന് വീഴുന്ന ഒരലവലാതിയാണ് സംവിധായകൻ. സിനിമയിലും സീരിയലിലും ഒക്കെ ഇതാണ് അയാളുടെ ബ്രാൻഡ്. പറ്റിയ അബദ്ധം ഭർത്താവ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമുക്കൊരബദ്ധം പറ്റി. ചേട്ടെന്ത്? അല്ല, അവൾ പോയിരിക്കുന്നതേ ആ പറഞ്ഞ ഭക്തി സീരിയൽ എന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുന്നത് മറ്റേ ആ കാമപ്രാന്തൻ സംവിധായകനാണ്. ഞാൻ അതിന് നിനക്കെന്ത്? ഒരു പ്രശ്നവുമില്ല. അവളോട് വേണ്ടാതെ ഇനം കാണിക്കില്ല, അഥവാ കാണിച്ചാൽ അവൾ കൊടുക്കും ചെവിളക്കി. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വല്ല പ്രശ്നം നിനക്ക് സംശയം തോന്നുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ലൊക്കേഷനിലേക്ക് പോകും. ഭർത്താവ് അവളുടെ മാന്യനായിട്ട് എൻ്റെ പറഞ്ഞു, ഞാൻ സെറ്റിലൊന്നും കൂടെ പോകില്ല, അപ്പം നീ ധൈര്യമായിട്ടിരി, അവൾക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല. ആദ്യ ദിവസം പുണ്യപുരാണ സീരിയലാണ് എടുക്കണേ, അതിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിനടുത്തുള്ള ഒരു സീരിയലുകാർ സ്ഥിരം താമസിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്. വന്ന വാക്കിൽ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് ഒരു അല്പം എക്സെൻട്രിക്കാണ് ഈ നടി. 2 പിരി പോയോ എന്ന് നമുക്ക് സംശയം തോന്നും. നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ പൊട്ടിച്ചിരിക്കും, പതുക്കെ പറയാനേ അറിയില്ല. വന്ന വാക്കിലെ ബാഗും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പറഞ്ഞു, ഞാനൊന്ന് മേലെ ഇടട്ടെ, വന്നിട്ട് എനിക്കൊരു വിശേഷം പറയാനുണ്ട്. അവർ കുളിക്കാൻ കയറി. അപ്പോൾ ഭർത്താവ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഭാര്യയുടെ ഫോണിൽ മെസ്സേജ് വരുന്ന അതിൻ്റെ മ്യൂസിക്കോ എന്തോ കേട്ടു. ഇയാൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ അലസനായിട്ട് ഭാര്യയുടെ ഫോണെടുത്ത് എന്ത് മെസ്സേജ് എന്ന് നോക്കി. ഈ പെണ്ണുപിടിയ സംവിധായകൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്ന് തുണി മാറി പോലും കാണില്ല, അവിടെ ഇരുന്നുകൊണ്ട് അയച്ചതാണ് മെസ്സേജ്. ഭർത്താവ് മെസ്സേജ് വായിച്ചു.
സോറി, വേദനിച്ചോ, നാളെ വേദനിപ്പിക്കാതെ ഉമ്മൻ തരാം. ഇതാണ് മെസ്സേജ്. അയ്യോ, ഒരു ഭയങ്കര കൂതറയാണ് കേട്ടോ. ഞാൻ ഫെഫ്കയിലുള്ളപ്പോൾ എത്ര കംപ്ലൈൻറ്റ് എന്നറിയോ വന്നേ. മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഡിന്നറിന് ക്ഷണിച്ചിട്ട് ഇവൻ കാണിച്ച തെമ്മാടിത്തരം പരാതിയായിട്ട് അമ്മയിൽ ചെല്ലുക, അമ്മ എടുത്ത് ഫെഫ്കയ്ക്കാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇവനെയൊന്നും ഫെഫ്കയിലൊന്നും വച്ചേക്കരുതെന്ന് ഞാൻ അടച്ചു പറഞ്ഞു. കാരണം അത്ര എനിക്ക് ഇഷ്ടമല്ല അവനെ. കാരണം പെണ്ണെന്ന് വ്യഭിചരിക്കുന്നവരൊക്കെ ഒരുപാട് സിനിമയിലുണ്ടെന്ന്, ഒരുപാട് പേർ, 10% പോലും ഇല്ല മാന്യരായവർ. പക്ഷേ യവ അതിൻ്റെയൊക്കെ പീക്കാണ്. ഏത് പ്രായമായാലും മതി കേട്ടോ, പെണ്ണായിരുന്നാൽ മാത്രം മതി. ഭർത്താവ് ആ മെസ്സേജ് കണ്ട് കിടുങ്ങിയത് അറിയാതെ ഭാര്യ മേല് കഴുകിയിട്ട് പുറത്തേക്ക് വന്നതും അയാൾ കൈമുറുക്കി മുഖത്തൊരൊറ്റ ഇടിയിടിച്ചു കൊടുത്തു കവളത്ത്. പിറ്റേന്ന് ഭയങ്കരമായിട്ട് വീങ്ങിപ്പോയി. എന്നിട്ട് ആ ഫോണ് വായിക്കാൻ കൊടുത്തു. വായടി എന്ന് പറഞ്ഞ മെസ്സേജ് വായിക്കാൻ കൊടുത്തു. അപ്പോഴാണ് നടി ഫ്ലാഷ് ബാക്കിലേക്ക് പോയത്. പാവം, അവൾക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഗ്രാജുവലായിട്ട് അത് കൂടി 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 വരികയാണ്. അവസാന ഷോട്ട് കഴിഞ്ഞതും എല്ലാവരും ഓടിപ്പോകാനായിട്ട് ഫ്ലോറിലെ ലൈറ്റുകൾ അണഞ്ഞതും ഒന്നിച്ചായിരുന്നു. ലൈറ്റ് അണഞ്ഞതും ഈ കാമപ്രാന്തൻ നടിയെ കെട്ടിപ്പിടിച്ച് എവിടെ കിട്ടിയോ അവിടെ ഒരു ഉമ്മം വച്ചങ്ങ് കാച്ചി. നടി ഞെട്ടി. കാഴ്ച പ്രശ്നവും ലൈറ്റ് അണഞ്ഞതും ഒന്നും നോക്കാതെ ഒരു കൊടുങ്കാറ്റ് പോലെ നടി പുറത്തേക്ക് ഓടി. ഈ ഓടുന്നതിനിടയിൽ അവിടെ ലൈറ്റ് ഇരിക്കുകയാണ്, തേങ്ങ ഇരിക്കണം, ഒന്നും നോക്കില്ല, ക്യാമറ ഇരിക്കണം, ഒന്നും നോക്കില്ല. എല്ലാത്തിനും തട്ടി മറിച്ചിട്ട് ലൈറ്റൊക്കെ പൊട്ടി. തട്ടി മറിച്ചിട്ടുകൊണ്ട് ഇവർ അലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് പോയി. ഇവരുടെ അലർച്ച കേട്ടപ്പോൾ വീണ്ടും ജനറേറ്ററിൽ നിന്ന് ലൈറ്റ് ഓണായി. അപ്പോൾ ലൈറ്റ് ഓണായപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ ചുറ്റും നിൽക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് ഓരോരുത്തരെയായിട്ട് തനിക്കുള്ള കാഴ്ച വെച്ച് നടി ശ്രദ്ധിച്ചു. ഇവരിൽ ആരോ ഒരുത്തനാണ് എന്നെ കയറി പിടിച്ചതെന്ന് അവർക്കറിയാം, പക്ഷേ കണ്ടെത്താനായില്ല. കാറ് വന്നു, ഒന്നും സംഭവിക്കാതെ കയറി റൂമിലെത്തി. വിശേഷം പറയാമെന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടാണല്ലോ അവർ മേല് കഴുകാൻ കയറിയത്. അപ്പോഴാണ് മറ്റേ കാമഭ്രാന്തൻ വേദനിപ്പിക്കാതെ നാളെ ഉമ്മൻ തരാമെന്ന് മെസ്സേജ് അയച്ചതും ഭർത്താവ് വായിച്ചതും മുഖത്തിട്ട് ഇടിച്ചതും. അവിടെ തീർന്നു ആ നടിയുടെ സീരിയൽ അഭിനയം. അവിടെ അവസാനിപ്പിച്ച്. ഒരുപാട് പേര് കാലെ പിടിച്ച് നോക്കി ഈ വിവരം അറിഞ്ഞിട്ട്. ഇയാളെന്തെന്ന് വെച്ചാൽ ആദ്യം ഉമ്മ വയ്ക്കൂ എന്ന് പറഞ്ഞ സംവിധായകനെ വിളിച്ചിട്ട് അയാൾ മലയാളത്തിൽ തറ പറ കഴിഞ്ഞ് എന്തെല്ലാം ചീത്ത പഠിച്ചോ അത്രയും തെറിയും വിളിച്ചു. എൻ്റെ കൈ കിട്ടാൻ നിൻ്റെ കൈയും കാലും ഞാൻ അടിച്ചു കൊടുക്കടാ മറ്റവനെ എന്ന് പറഞ്ഞ് വിളിക്കാവുന്ന ചീത്തയൊക്കെ വിളിച്ചു. വളരെ മാന്യനായ ചെറുപ്പക്കാരൻ. എന്നിട്ട് അയാൾ ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു, ഈ സ്റ്റുഡിയോ ഓണറിൻ്റെ മകനെ. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, മറ്റാണ് മറിച്ചാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാമെന്ന്. അയാളും ഹോട്ടൽ മുറി ചെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ അഭിനയം നിർത്തി. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയുള്ള അലവലാദികൾ ഇഷ്ടംപോലെ ഉണ്ടെന്നേ സിനിമയിൽ. എത്ര നാണം കിട്ടാലും പഠിക്കാത്തവന്മാർ. ഇതൊക്കെ എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ലസിത നായർ എന്ന മഹിളാ അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാചകം മലയാള മനോരമ ഫേസ്ബുക്കിൽ നല്ല ഡിസൈനൊക്കെ ചെയ്ത് വിട്ടത് വായിച്ചപ്പോഴാണ്. ഇങ്ങനെയൊക്കെയുള്ള കിട്ടിയ മനോരമ വിടുമോ? പാർട്ടിക്കാരിയല്ലേ, കമ്മ്യൂണിസ്റ്റുകാരിയല്ലേ. അളന്നു കുറിച്ച തീവ്രത എന്നാണ് തലക്കെട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തീവ്ര പീഡനവും നടൻ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനവുമെന്നാണ് ലസിത നായർ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഇവരിങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എഴുതി വിടണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പാർട്ടി വാണിംഗ് കൊടുക്കേണ്ടതാണ്. വ്യഭിചാരത്തിൽ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതുമുണ്ടോ? ഇവൻ ചെയ്തത് ചെമ്മാടിത്തരമാണ്. ഒരു കുട്ടിയെ സ്നേഹിച്ച് കെട്ടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക. അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് എനിക്കൊരു കുട്ടി വേണം, ഗർഭിണിയാകുക എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കുന്നു. ഗർഭിണിയായി എന്നുള്ള വിവരം വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ടേ ഞാൻ വരുന്നിടത്തേക്ക് അവൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പോൾ അവൻ തീവ്രത കൂടിയവൻ തന്നെ. പക്ഷെ നമ്മൾ ഈ ലസിത നായരെ പോലുള്ളവർ ഇങ്ങനെയൊന്നും എഴുതി ന്യായീകരിക്കാൻ പോകരുത്. കുറഞ്ഞ പീഡനവും
തീവ്രത കൂടിയ പീഡനവും. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. അവർ പറഞ്ഞതായിട്ടാണ് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് മനോരമ വിട്ടിരിക്കുന്നത്. കാരണം ആർക്കെങ്കിലുമൊക്കെ തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ എന്നുള്ളതിനാണ്. മനോരമയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. പറയാൻ അറിയില്ലെങ്കിൽ ലസിതമാർ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പീഡനങ്ങളിൽ തീവ്രത അളക്കാനൊന്നും പോയി സ്വയം വില കളയണ്ട എന്നാണ് എനിക്ക് ലസിതയോട് പറയാനുള്ളത്. ഏത് തോതിലായാലും പീഡനം തന്നെ എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ മാങ്കൂട്ടത്തിൻ്റെ പീഡനം അതിതീവ്രമല്ല, ക്രൂവലാണ്, സാഡിസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മനോരോഗിയാണ് അവൻ സെക്സിൽ. നമ്മുടെ നടൻ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനമായി ഞാൻ പറയില്ല. ഒരു കൂതറ പെണ്ണുപിള്ളിയായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു MLA കാരൻ, ഒരു MLA ചങ്ങാത്തം കൂടാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടാത്തത്. ഇവൻ പഴഞ്ചൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ ഇതുപോലെയുള്ള അലവലാദികളുമായിട്ടൊന്നും ചങ്ങാത്തം കൂടാതിരിക്കുക. ഇനി അഥവാ കാമപ്രാന്തിൻ്റെ കൺട്രോൾ പോവുകയാണെങ്കിൽ എത്രയാ ശമ്പളമെന്ന് ചോദിച്ച് കാര്യം കഴിയുമ്പോൾ കെട്ടും പറ്റും തീർത്ത് ശല്യത്തിനെ ഒഴിവാക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാധവൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ്റെ, മാധവ സാറിൻ്റെ മകനല്ലേ, അറിയപ്പെടുന്ന നടനല്ലേ, CPI ആണോ CPM ആണോ എന്ന് സംശയം ഉണ്ടെങ്കിലും, കാരണം മാധവ സാറൊക്കെ CPI ആയിരുന്നു. നിങ്ങളിപ്പോൾ ഒരു CPM കാരനല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ, ഒരു MLA അല്ലേ, എത്ര വീടുകളിൽ എത്ര ആളുകളോട് ഇടപഴകേണ്ട ആൾ അല്ലേ. അടുത്ത പിണറായി സർക്കാരിൽ ഞാൻ കരുതുന്നത് അങ്ങനെയാണ്, കരുതിയിരുന്നത് അങ്ങനെയാണ്. അടുത്ത സർക്കാരിൽ സാംസ്കാരിക മന്ത്രിയായി കൊടിവെച്ച കാറിൽ പോകാനുള്ള ആളായിരുന്നു മുകേഷ്. ഈ പറഞ്ഞ കൂതറ കാരണം ഇനി പോണ്ടല്ലോ. മുകേഷിന് അറിയാത്ത കാര്യമല്ല ഞാൻ ഇനി പറയുന്നത്. മലയാളികൾ മദ്രാസ് സെൻട്രലിൽ ചെന്നിറങ്ങിയാൽ നമ്പർ 20 വന്ന് നിൽക്കും മലയാളികളായിരിക്കുമല്ലോ ഭൂരിപക്ഷം. അങ്ങനെ ചെന്നിറങ്ങിയാൽ മലയാളിയാണ് ഈ വരുന്നത് എന്നറിഞ്ഞാൽ ആട്ടോ വേണം സാർ എന്ന് പറഞ്ഞ് ഈ ആട്ടോക്കാരന്മാർ കടിപിടി കൂടും നമ്മളെ. എന്നിട്ട് നമ്മളൊരു ആട്ടിൽ കയറിയെന്ന് വെച്ചോളൂ. അവൻ കുറച്ച് ദൂരം ഓടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോണിൽ നിന്ന് ഈ കൂതറയുടെ ഫോട്ടോ കാണിച്ചു തരും. സ്റ്റാർ, ഫിലിം സ്റ്റാർ, ഇത് ഫിലിം സ്റ്റാർ, ഹാഫ് ഡേ 35,000 സാർ, 1 ഡേക്ക് 50,000 സാർ എന്നൊക്കെ മടി കൂടാതെ ആട്ടോക്കാരെ പരിചയപ്പെടുത്തരും ഈ ഐറ്റമിനെ. അതായത് അര ദിവസം മതിക്ക് 35,000, ഒരു ദിവസം ഫുള്ള് വേണമെങ്കിൽ 50,000 എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും. ഈ ഐറ്റംസുകളോടൊപ്പം ചങ്ങാത്തം കൂടാനും കെട്ടിമറിയാനും ആശംസ നേരാനും ഒക്കെ കൂടെ കിടക്കാനും ഒക്കെ പോയതാണ് മുകേഷ് എന്നെങ്കിലും ലസിത നായർ മനസ്സിലാക്കണമായിരുന്നു. അയാൾ നിരപരാധി എന്നൊന്നും ഞാൻ പറയും, അയാൾ ഒന്നും നിഷ്കളങ്കനാണ് എന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ ചെയ്തിരിക്കാം. പക്ഷേ കെട്ടും പറ്റും തീർക്കാൻ മടി കാണിച്ചതാണ് ഈ പ്രശ്നം. പിശുക്കനാകരുത് ഈ കാര്യത്തിൽ. അപ്പം തന്നെ പൈസ കൊടുത്ത് കട ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 50,000 രൂപ അയക്കുമോ മുകേഷ് ചേട്ടാ, എൻ്റെ മോൻ അഡ്മിഷൻ അയച്ചേട്ടാ, ഒരു 15,000 രൂപ അയക്കുമോ ചേട്ടാ, 10 പൈസ കൊടുക്കില്ല മുകേഷ്. അങ്ങനെയുള്ളൊരു നക്കി ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലസിത നായരെങ്കിലും അത് മനസ്സിലാക്കണമായിരുന്നു. അത് തീവ്രത കുറഞ്ഞതും കൂടിയതും ഒന്നുമല്ല, നാണക്കേടാണത്. രാഹുൽ മാങ്ങേണ്ടി ചെയ്ത അതുപോലുള്ള ക്രൂരതയൊന്നും മുകേഷിന് ചെയ്യാനും ആകില്ല. കാരണം അയാളൊരു കലാകുടുംബത്തിൽ നിന്നും വന്നവനാണ്, നല്ല കലാകാരനാണ്, നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവനാണ്. ഇപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പ് അടുത്തടുത്തായിരുന്നു ബാലചന്ദ്രമേനോൻ്റെ സിനിമയിൽ 50 വർഷം ആഘോഷിക്കുന്നത്. നല്ല പ്രസംഗമായിരുന്നു മുകേഷിൻ്റെ. 2 മിനിറ്റോ 3 മിനിറ്റോ പ്രസംഗിക്കാൻ മൈക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ എന്നെ ആരോ പറഞ്ഞു, മൈക്കിൽ വന്ന് ആദ്യം പറഞ്ഞത് 2 മിനിറ്റും 3 മിനിറ്റും കൊണ്ടൊന്നും ഇതൊന്നും തീരൂല, ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് നല്ല രസമായ മേനോനെക്കുറിച്ച് 2-3 കഥകൾ പറഞ്ഞു. അത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അല്ല മുകേഷേ, എൻ്റെ ന്യായമായ സംശയം 2 പെണ്ണ് കെട്ടിയിട്ടു 2നെയും കളഞ്ഞിട്ട് തല പൊങ്ങിയ 2 ആൺമക്കൾ വളർന്നിട്ടും ഈ നാറിയ പണിക്കൊക്കെ പോകുന്നത് നിർത്താറായില്ലേ എന്നാണ് എനിക്ക് മുകേഷിനോട് ചോദിക്കാനുള്ളത്. പിന്നൊരു കാര്യം, അണ്ണാൻ നല്ല കിളവനായാലും വയസ്സായാലും
അണ്ണാൻ മരം കയറ്റം നിർത്തില്ല എന്ന് പണ്ടുള്ളവർ പറയും. എത്ര വയസ്സായാലും അണ്ണാൻ മരം കയറ്റം നിർത്തില്ല. അതുപോലെയാണ് മുകേഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയാൻ എനിക്ക് വൈക്ലഭ്യം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നു. അതുകൊണ്ട് ലസിത നായരെന്ന് ഇനിയും മുകേഷിനെ കൊണ്ട് ചാടിക്കരുത്. തീവ്രത കുറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇനിയും തീവ്രത കുറഞ്ഞതൊക്കെ ചെയ്തോ എന്നൊന്നും പ്രോത്സാഹിപ്പിക്കരുത് ലസിത നായർ. ഇതാണ് എനിക്ക് പറയാം.